സർ, മൈ കമിൻ? യെസ്, കമിൻ. താൻ വന്നോ? സർ, ഷാർപ്പ് 10:30 തന്നെ ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സിറ്റിയിലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവണമല്ലോ. കേരള ജനതയുടെ പാതി ലൈഫ് തീരുന്നത് ട്രാഫിക് ബ്ലോക്കിലല്ലേ? സർ, അവസാനം തിരിച്ചെത്തി പത്മനാഭൻ്റെ മണ്ണിലേക്ക് അല്ലേ? മുഖത്ത് മീശയുള്ള 10 ആൺകുട്ടികളുടെ കാര്യം മിനിസ്റ്റർ സൂചിപ്പിച്ചപ്പോൾ ഞാൻ ഊഹിച്ചു അതിലൊരാൾ താനായിരിക്കുമെന്ന്. എന്നിട്ടും കഴിഞ്ഞ മിനിസ്റ്ററുടെ കാലത്ത് നല്ല തട്ടായിരുന്നല്ലോ തനിക്കിട്ട്. കാസർകോട്ടെന്ന് കട്ടപ്പനയ്ക്കും, കട്ടപ്പനയെന്ന് കാസർകോട്ടേക്കും. എന്തായിരുന്നു കട്ടപ്പനയോ കാസർഗോഡോ ഇനി കാണ്ഡഹാറിലേക്കാണെങ്കിലും ഞാൻ റെഡി. പിന്നെ വേണ്ടാന്ന് തോന്നിയ ഇതെപ്പോൾ ഊരിയെന്ന് ചോദിച്ചാൽ മതി. അല്ല സർ, മൂപ്പരുടെ മനസ്സിലിരിപ്പ് എന്തെങ്കിലും പറഞ്ഞോ നമ്മുടെ മിനിസ്റ്ററുടെ? എന്തായാലും നല്ലതാവാനേ വഴിയുള്ളൂ. വന്ന് ചാർജ് എടുത്താൽ ഉടനെ ചെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓഹോ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു. ഹലോ അമ്മേ, വാ. ഇതാരാ വന്നിരിക്കുന്നത് നോക്കി. മോനോ, എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. ഞങ്ങളെപ്പോലെ നേരെ ചൊവ്വേ പണിയെടുക്കുന്നവരെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടിരുത്തുന്ന സ്വഭാവം ഈ സർക്കാരിനില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുകല്ലേ. അട്ടെ, സാർ എവിടെ? മോളിലുണ്ട്. പിന്നെ ഒരു കാര്യം, ഇന്ന് ഊണ് കഴിച്ചിട്ട് പോയാ മതി. അയ്യോ, എനിക്ക് പെട്ടെന്ന് പോണോ അമ്മേ. എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ. ഓഹോ, അപ്പൊ വിശ്വട്ടം പറഞ്ഞാലേ ഞങ്ങൾക്ക് ഇയാളെ കാണാൻ കിട്ടുള്ളൂ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോ ഇവിടെ ജോയിൻ ചെയ്തില്ലേ, എപ്പോ വേണമെങ്കിലും വരാം, കാണാം. അങ്ങനെ ഓസിന് ചാപ്പാട്ടടിക്കാന്നൊരു പോലീസുകാരൻ വിചാരിക്കണ്ട. നീ എന്താ വിചാരിച്ചേ? നിന്റെ കൂടെ പഠിച്ച പഴയ വിശ്വനാഥനാന്നാ? എടാ, ഞാനിവിടുത്തെ ആഭ്യന്തരമന്ത്രിയാ. ആണോ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ആണോ അമ്മേ? പാവം പത്രം വായിക്കാറില്ല. അമ്മേ, ഇവൻ ഊണ് കഴിച്ചിട്ട് പോകുന്നില്ല, എടുത്തു വെക്കും. ഇരിക്കെ. എന്താടാ? ഞാൻ ആദ്യം നിന്നെ ഒന്ന് സല്യൂട്ട് ചെയ്യട്ടെ. ഇതെന്റെ ഒരു സ്വപ്നമാടാ. പണ്ട് നമ്മള് കോളേജിലെ ചൂളമര ചോട്ടിലിരിക്കുമ്പോ നീ പറയാറില്ലേ നിനക്കൊരു കളക്ടർ ആവണമെന്ന്? അപ്പൊ നീ എന്താ പറയാറ്? പോലീസ് ആവണമെന്ന്. അതെ, വിശ്വത്തിന് സല്യൂട്ട് ചെയ്യുന്ന പോലീസ്. ഇപ്പൊ നീ കളക്ടർ ആയില്ലെങ്കിലും കളക്ടർമാരുടെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ. ഞാൻ ആദ്യം എന്റെ വാക്കൊന്ന് പാലിക്കട്ടെ. ഇരിക്കടാ. കാസർഗോഡ് നല്ല കാലാവസ്ഥയായിരുന്നല്ലോ. എന്തിനാ ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പൊക്കിയത്? സീരിയസ് ആയിട്ടൊരു വിഷയണ്ടാ. അത് പിന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കണമെന്ന് അറിയില്ല. സെൻട്രൽ ജയിലിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന കുറച്ച് ക്രിമിനൽസുകളെ കുറിച്ച് ഒരു റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബീഹാറിലും മറ്റും വായിച്ചു കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പം ഇത് വിടിയും. ശരിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല, എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. നമ്മുടെ ജയിലുകളിൽ നിന്നും ഉന്നതരുടെ അറിവോടും ഒത്താശയോടും കൂടി രാത്രി കാലങ്ങളിൽ പല കൊടും ക്രിമിനൽസും പുറത്തിറങ്ങി നരവേട്ട നടത്തുന്നുണ്ട്. അതിൽ 10 ജീവപര്യന്തം ഒന്നിച്ചനുഭവിക്കാൻ പാകത്തിലുള്ള കുറ്റവാളികളും വധശിക്ഷ കാത്തു കിടക്കുന്നവരുണ്ടെന്നാണ് അറിവ്. രാത്രിയിൽ പലരുടെയും കൊട്ടേഷൻ സംഘങ്ങളായി പ്രവർത്തിക്കുന്നവർ സൂര്യനുദിക്കും മുമ്പ് തിരിച്ചു കയറും. പൂട്ടണം, എല്ലാത്തിനും പൂട്ടണം ഇക്ബാൽ. ഇതുപോലെ ഒരു വാക്ക്, ഒരു ഓർഡർ, അത് ഒബേ ചെയ്യാൻ കൊതിക്കുന്ന ഒരുപാട് പേരുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ. പക്ഷേ അക്രമികളുടെ പന്തത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നവർക്ക് സല്യൂട്ട് ചെയ്യേണ്ട ഗതികേടാണ് പലർക്കും. ഒരിക്കലും അത്തരമൊരു സല്യൂട്ട് നിനക്ക് എന്റെ മുഖത്തേക്ക് അടിക്കേണ്ടി വരില്ല. നാടിനെ സമാധാനം കെടുത്തുന്ന ഒരുത്തിന് ഇനി സുഖമായി വാഴരുത്. ഗുഡ് മോർണിംഗ് സാർ. എന്തായി പോയ കാര്യം? സാർ, അത് നമ്മൾ അറിഞ്ഞത് ശരിയാണ് സാർ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ എന്താ ഒരു പക്ഷേ? പ്രശ്നമാണ് സാർ. അപ്പോൾ അത് ഉടനെ തീർക്കണമല്ലോ. സംഭവത്തിന് നേതൃത്വം കൊടുക്കുന്നത് മിനിസ്റ്റർ നടരാജൻ സാറിൻ്റെ അനിയനാ. വളരെ രഹസ്യമായിട്ടാണ് ഇത് നടത്തുന്നത്. ഹലോ ഹലോ. തന്റെ യൂണിഫോം ഒരിടത്തും വെച്ച് മറന്നിട്ടൊന്നുമില്ലല്ലോ. തൊപ്പി തലയിൽ തന്നെ ഇല്ലേ? താൻ ഐശ്വര്യമായിട്ട് തന്റെ ജോലി ചെയ്യും കമ്മീഷണറെ. സാർ, നമുക്ക് പ്രോഗ്രാം ഒന്ന് ലൈവ് ആക്കിയാലോ? പുറകിലുള്ളത് ആരാണെന്ന് അറിയാലോ. സോ വിത്ത് പ്രൂഫ് ജനം കാണട്ടെ. താങ്ക് യു സർ, താങ്ക് യു. ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. കോഫി എത്തിയല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അനീന, ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്കറിയാം, എനിക്കിട്ട് പണിയാൻ എന്തോ പാരയും പ്ലാൻ ചെയ്തോണ്ടാ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന്. ഒരു പാരയും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ നിന്റെ വുഡ് ബി വകുപ്പ് മന്ത്രിമാരുടെയും മേലധികാരികളുടെയും ഫുട്ബോൾ ആയതുകൊണ്ട് ഈ ബർത്ത്ഡേ പാർട്ടിക്ക് നിന്നെ ഞങ്ങൾക്ക് കിട്ടി. ഒരു ചായയിൽ മാത്രം ഒതുക്കുന്ന നിന്റെ ഈ പിശുക്ക് ട്രീറ്റ്. ഓക്കെ, പരിഹാരം ഉണ്ടാക്കാം. ആദ്യം ഈ ചായ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്യാം. Come
കണക്ഷൻ കിട്ടുന്നില്ല അല്ലേ? എവിടുന്ന് കിട്ടാൻ? മസിൽ പിടുത്തം കൂടിപ്പോയതുകൊണ്ട് റേഞ്ച് പോലും കിട്ടാത്ത സ്ഥലത്തേക്കല്ലേ തട്ടിയിരിക്കുന്നത്. ഓടി. ഹായ് ഇക്കു, നീ ഇതെവിടെയാ? ഒരു മിനിറ്റ്, ഞാൻ എന്തുമാത്രം ട്രൈ ചെയ്തെന്നറിയോ നിന്നെ ഒന്ന് ലൈനിൽ കിട്ടാൻ? ഇന്നത്തെ ദിവസം നീ മറന്നോ? നീ മറന്നാലും ഞാൻ മറക്കൂടി. ദാ ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ട്. എടാ അടുത്ത വെള്ളിയാഴ്ച വരുവുള്ളെന്ന് പറഞ്ഞിട്ട്, എടാ ബുദ്ധുസേ, വെറുതെ എന്നോട് കള്ളം. ഞാൻ സിറ്റിയിലുണ്ടടി. What? എടി ഞാൻ ഇന്ന് രാവിലെ ചാർജ് എടുത്തു. എവിടെയാ നീ? എനിക്ക് ഇപ്പം കാണണം നിന്നെ. പിന്നെ അങ്ങനെ തോന്നുമ്പോഴൊക്കെ കാണാൻ നിനക്കങ്ങ് പതിച്ചു തന്നിരിക്കുകയല്ലേ ഇക്ബാൽ IPS. എന്നാ നിന്റെ പണിയൊക്കെ കഴിഞ്ഞ് നീ ഫ്രീ ആവുമ്പോ വിളിക്കും. ഓക്കെ. ആ പിന്നെ നിനക്ക് ഞാൻ ഒരു ഉഗ്രം ബർത്ത്ഡേ ഗിഫ്റ്റ് തരാം. എന്താ എന്താ നീ കൊണ്ടുവന്നിരിക്കുന്നത്? ആ നീ ക്യാമറ നോക്കി ഞാൻ പറയുന്ന സ്ഥലത്ത് വാ. നിന്റെ ചാനലിനൊരു ഹോട്ട് എക്സ്ക്ലൂസീവ് സ്കൂപ്പ് പോരെ? ഓക്കേടാ. സോറി മക്കിൾസ്, ഇനി ഒരു നിമിഷം പോലും നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എനിക്കാവില്ല. എ സ്പെഷ്യൽ ബർത്ത്ഡേ ഗിഫ്റ്റ്. അത് സ്വീകരിക്കാനായി ഞാൻ എന്റെ ഇക്കുവിന്റെ അരികിലേക്ക് പോകുകയായി. അപ്പൊ ഓക്കെ, ബൈ. നിക്കടാ അവിടെ. അനങ്ങി പോരുത്. ആവശ്യമില്ലാത്ത പണി വേണ്ട. സർ പ്ലീസ്. സർ എന്തെങ്കിലും സർ. ഇങ്ങോട്ട് പോടാ. തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരെ ഏതറ്റം വരെ പോകാനും ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അടിവരയിട്ട് പറഞ്ഞത്. നാളെ നടക്കാനിരിക്കുന്ന ഒരു പ്രധാന വാർത്തയിലേക്ക്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് കുറച്ചു മാറി ഒരു വീട്ടിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടക്കുന്നതായി റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അലീന നെറ്റിക്കാടൻ നമ്മോട് കൂടെയുണ്ട്. അലീന, റെയ്ഡിൽ എന്തൊക്കെയാണ് കണ്ടെടുത്തത്? ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്തത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അറസ്റ്റിന്റെ വിശദാംശങ്ങൾ നമുക്ക് കമ്മീഷണറോട് തന്നെ ചോദിക്കാം. സർ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? സർ സർ പ്ലീസ് സർ. ഒന്ന് പിടിച്ചു മാറ്റണോ ഇവളെ? മായ, നാളെ വളരെയധികം രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കാവുന്ന ഒരു റെയ്ഡ് തന്നെയാണ് ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം പിടിക്കപ്പെട്ടിരിക്കുന്നതിൽ പ്രധാന പ്രതി റവന്യൂ മിനിസ്റ്റർ നടരാജന്റെ സഹോദരനാണ് എന്നുള്ളത് തന്നെയാണ്. വേണ്ട, താനൊന്നും പറയണ്ട. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ചാടിക്കയറി നടപടിയെടുക്കുകയാണോ വേണ്ടത്? എടോ, താൻ അറസ്റ്റ് ചെയ്യിച്ചത് മിനിസ്റ്റർ നടരാജന്റെ അനുജനെ മാത്രമല്ല, അയാൾ നടരാജന്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാ. ആ ഈ പറഞ്ഞ സെക്രട്ടറിയും കൂട്ടരും അവിടുത്തെ പട്ടിണി പാവങ്ങൾക്ക് പാലും കഞ്ഞും വിളമ്പായിരുന്നില്ല. വ്യാജ നോട്ടും വ്യാജ മുദ്രാപത്രങ്ങളും ബോംബുകളും നിർമ്മിച്ച് അതെങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള സ്റ്റഡി ക്ലാസ് നടത്തുകയായിരുന്നു. പക്ഷേ രാഷ്ട്രീയമാകുമ്പോ പലതും കണ്ടില്ലെന്നടിക്കണം അല്ലേ? അങ്ങനെ കണ്ണടച്ചന്റെ ഫലമാ വാഗമണിൽ കണ്ടതും കാശ്മീരിൽ പട്ടാളക്കാരുടെ വെടിയേറ്റ് കുറെ മലയാളികളുടെ തല തെറിച്ചതും നമ്മുടെ ഈ കൊച്ചു കേരളം തീവ്രവാദികൾക്ക് വളരാനുള്ള വളക്കുറുള്ള മണ്ണെന്ന പഴി കേൾക്കേണ്ടി വന്നതും. താൻ എന്തൊക്കെ പറഞ്ഞാലും പ്രതിപക്ഷത്തിനും മറ്റും അടിക്കാനുള്ള വടി കൊടുക്കുന്ന ഒരു കളിയിലേക്കും പെട്ടെന്നൊരെടുത്തിയാട്ടം വേണ്ട സാർ. സാർ അതിന്റെ മുഖത്തേക്ക് പറയരുത്. ഞാൻ മത്സരിച്ചതും ജയിച്ചതും മിനിസ്റ്റർ ആയതും രാഷ്ട്രീയം കളിക്കാനല്ല, രാഷ്ട്രീയം കളിയാക്കിയവരൊരു കളി പഠിപ്പിക്കാനാ. സാറിന് അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? വിശ്വനാഥ, ആ നടരാജൻ ആകെ ചൂടില്ല. എന്തു പറഞ്ഞാ ഞാൻ അയാളെ ഒന്ന് സമാധാനിപ്പിക്കുക? വേണ്ട CM, മറുപടി പറയിച്ച അയാളെ ബുദ്ധിമുട്ടിക്കണ്ട. നാവിൽ ഭരണത്തിന്റെ അരിശ്വരി കുറിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ. ചിലപ്പോൾ ഇത്തിരി ചോരപ്പൊടിയും നമുക്കതങ്ങ് തുറച്ചു കൊടുക്കാം. വെൽ ഡൺ മിനിസ്റ്റർ വിശ്വനാഥൻ. പക്ഷേ ചെറ്റത്തരവാ കാണിച്ചത്. വിളിച്ച് പറയടോ ഞങ്ങളുടെ പിള്ളേരെ ഇറക്കിവിടാൻ. അയ്യോ, നമ്മൾ വെറും പാവം പോലീസ് മന്ത്രിയാണേ. പിന്നെ ഏതെങ്കിലും ചെറ്റകൾ ഏതെങ്കിലും പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന പോലീസുകാരും കോടതിയാ. ഇനി CMന് സംശയമൊന്നുമില്ലല്ലോ? ഒന്ന് നിന്നേ. തന്നെ പോലെ ഒരു സുപ്രഭാതത്തിൽ മരിച്ചുപോയ അച്ഛൻ്റെ സഹതാപ തരംഗത്തിൽ നിന്ന് കിട്ടിയതൊന്നുമല്ല ഞങ്ങൾക്ക് ഈ സ്ഥാനങ്ങളും അധികാരങ്ങളും. അവിടെ കയറി ആദർശം കളിച്ച അതിൻ്റെ ആഘോഷം അധികം നാൾ നിലനിൽക്കില്ല. സ്വന്തം കെട്ടിയോളുടെയും മക്കളുടെയും വോട്ട് മാത്രം പോരാ ഒരാൾ ജയിക്കാനും മന്ത്രിയാകാനും മന്ത്രിസഭ ഉണ്ടാക്കാനും. അതിന് വോട്ട് ചെയ്യാൻ മാത്രം ആളുണ്ടായാൽ പോരാ, വിചാരിച്ച പെട്ടിയിൽ വീഴ്ത്താനും ആളുണ്ടാവണം. മനസ്സിലായി? ഗുണ്ടകൾ, അതാണ് അതിന്റെ മനസ്സിലാകുന്ന ഭാഷ. എന്നാ കേട്ടോ, എന്റെ പെട്ടിയിൽ വീണ വോട്ടേ ഇവിടുത്തെ സാധാരണക്കാരന്റെ വോട്ടാ. ആ വോട്ടർമാരെ വേട്ടയാടുന്ന ഒരു തലകൾ ഈ നാട്ടിൽ വാഴില്ല. ഇവരുടെ അനുജന്മാരെ അക്രമമുണ്ടാക്കി മാളികയിലോ മാളത്തിലോ ഒളിക്കും. പിന്നെ അവരെയൊക്കെ തിരക്കിറങ്ങുന്ന പോലീസിന്റെ 144 ലാത്തിയേടും തന്തയ്ക്ക് വിളിയും ഇവിടുത്തെ സാധാരണക്കാരന്റെ നെഞ്ചത്താ. ഇത് എത്ര നാൾ സഹിക്കണം സാർ? പറ, ഇവിടുത്തെ ജനങ്ങൾ ഇത് എത്ര നാൾ സഹിക്കണം? അതിന്റെ പിന്നിൽ ഏത് മന്ത്രിയായാലും മന്ത്രി പുത്രനായാലും മന്ത്രി സഹോദരനായാലും അവനൊക്കെ ഞാൻ ജയിലിന്റെ സുഖം അറിയിച്ചിരിക്കും.
നമ്മളങ്ങ് തീരുമാനിക്കാ സിയമേ. ഒരു പാർട്ടിയുടെ കൊടി ആയുധമാക്കുന്ന ഒരു ഗുണ്ടയും വേണ്ടെന്നും ഏതെല്ലാം ഗുണ്ടകൾക്ക് ഏതെല്ലാം കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നുണ്ടെന്നും അവരുടെ കയ്യിൽ ആയുധം കൊണ്ടു കൊടുക്കുന്നവരെ കണ്ടുപിടിക്കാനും അവരൊക്കെ പൂട്ടാൻ തന്നെ തീരുമാനം. ആ തീരുമാനത്തിന്റെ ആഘോഷം ഏതറ്റം വരെ പോകുന്ന നമുക്ക് കണ്ടറിയാം. എല്ലാം കേട്ടിരുന്നു അല്ലേ? ഗുഡ്. സീമൻ അറിയോന്നറിയില്ല, വൈകുന്നേരം ഭാര്യയെ പിണയ്ക്കുക തനിച്ച് കിടക്കേണ്ടി വരുമെന്നൊരു ചൊല്ലുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന പുലിയെ ഉണർത്താൻ ശ്രമിക്കരുത് എന്നും ഒരു ചൊല്ലുണ്ട്. കറക്റ്റ്, അങ്ങനെയും ഒരു ചൊല്ലുണ്ട്.